കൊച്ചിയിൽ ഗർഭിണിയെ മർദ്ദിച്ച കേസിൽ SHOയ്ക്കെതിരെ തുടർ നടപടിക്ക് നീക്കം തുടങ്ങി പോലീസ്. പ്രതാപചന്ദ്രനെതിരായ പരാതിയിൽ നാർക്കോട്ടിക്സ് ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും ദക്ഷിണമേഖല IG നിർദ്ദേശം നൽകി. വകുപ്പുതല നടപടിയുടെ സാധ്യത തേടിയാണ് അന്വേഷണം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങിയേക്കില്ല. ആരോപണ വിധേയനായ SHO പ്രതാപചന്ദ്രനെതിരെ വകുപ്പുതല അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. നാർക്കോട്ടിക്സ് വിഭാഗം ACPക്കാണ് അന്വേഷണ ചുമതല. 6 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ദക്ഷിണമേഖല IG S ശ്യാംസുന്ദറിന്റെ നിർദ്ദേശം. പ്രതാപചന്ദ്രനെതിരെ ലഭിച്ച മുൻ പരാതികളും അന്വേഷണ പരിധിയിൽപ്പെടുത്തും. ഗർഭിണിയെ മർദ്ദിച്ചതിന് സാക്ഷികളായ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തും. പ്രതാപചന്ദ്രനെതിരെ വകുപ്പുതല നടപടിക്കുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. പിരിച്ചുവിടൽ, വിരമിക്കൽ ആനുകൂല്യങ്ങൾ തടയൽ തുടങ്ങിയവയാണ് പരിഗണനയിലുള്ളത്. സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടിക്ക് ആലോചനയുണ്ട്. പുറത്തുവന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടി വേണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നതോടെയാണ് ഇന്നലെ രാത്രി തന്നെ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.